കേവുകളുടെ ആർക്ക് ലെങ്ത്തിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള സിംഗിൾ വേരിയബിൾ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഗ്രാഫ് എക്സ് വൈ പ്ലെയിനിലുള്ള ഏതെങ്കിലുമൊക്കെ കേവുകളായിരിക്കും. അത്തരത്തിലുള്ള കേവുകളുടെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കേവ് ഞാൻ എടുക്കുന്നു, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിന്റെ മുഴുവൻ പോർഷൻ എടുക്കുന്നില്ല. എക്സിന്റെ വാല്യൂ 0 മുതൽ എക്സിന്റെ വാല്യൂ 2 വരെ വാരി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ആ പാരബോളയുടെ പോർഷൻ. സോ നമുക്ക് ഈ ഒരു പോർഷൻ ആണ് അങ്ങനെ കിട്ടുന്നത്. എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0, സോ 0 0 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദെൻ എക്സിന്റെ വാല്യൂ 0 മുതൽ 2 വരെ വാരി ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടും. അതെല്ലാം കൂടി പ്ലോട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് വാല്യൂ എക്സിന് 2 കൊടുക്കുമ്പോൾ ഇവിടെ ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ് ഇൻ ബിറ്റ്വീൻ 0 and 2 ഉണ്ട്. 2 കൊടുക്കുമ്പോൾ നമ്മുടെ വൈയുടെ വാല്യൂ കിട്ടുന്നത് 4 ആണ്. സോ 2,4. സോ ഈ പാരബോളയുടെ 0 0 മുതൽ 2,4 വരെയുള്ള ഈ പോർഷൻ. അപ്പൊ ഇതിന്റെ ഈ ഒരു ലെങ്ത് അതല്ലെങ്കിൽ ഇതിനൊന്ന് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ, സ്ട്രേറ്റ് ആയിട്ട് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിവിയൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടൊന്നും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പകരം ഒരു സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റ് ആണെന്ന് വിചാരിക്കുക. 0 0 മുതൽ 2 4 വരെയുള്ള സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് റൂട്ട് ഓഫ് 2 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 0 ഹോൾ സ്ക്വയർ. അതിന്റെ വാല്യൂ എത്രയാണോ അതാണ് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത്. അപ്പൊ അവിടെ സ്ട്രേറ്റ് ഒന്നും അല്ല, അത് കേർവ്ഡ് ആണ്. ഇതിന്റെ ലെങ്ത് നമുക്ക് ഇങ്ങനെയുള്ള മെത്തേഡുകൾ, ട്രിവിയൽ ആയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇന്റഗ്രേഷനും അതിന്റെ കൂടെ ഡിഫറൻസിയേഷനും നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അത് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള കേർവിന്റെ എക്സിന്റെ വാല്യൂ a മുതൽ b വരെ വാരി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പോർഷന്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ, അതായത് ആ കേർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കുവാൻ ഉള്ള ഫോർമുല, അതിന് നമ്മൾ L എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. L ഈക്വൽ ടു ഇന്റഗ്രൽ a ടു b റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സ്ക്വയർ ഡി എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സ്ക്വയർ ആണ് അവിടെ റൂട്ടിന്റെ ഉള്ളിലുള്ളത്, എഫ് ഡാഷ് ഓഫ് എക്സ് അല്ല. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എഫ് ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ എക്സെപ്ഷൻ ഉണ്ട്. ഫൈനൈറ്റ്ലി മെനി പോയിന്റ്സിൽ കണ്ടിന്യൂസ് അല്ലെങ്കിലും പ്രശ്നമില്ല. ഇതിനെപ്പറ്റി അധികം ബോധേഡാവേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ചെയ്യാൻ തരുന്ന പ്രോബ്ലംസ് ഈ ഒരു കണ്ടീഷൻസ്, ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും. സോ അതിനെപ്പറ്റി അധികം ബോധേഡാവണ്ട. ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുക. L ഈക്വൽ ടു ഇന്റഗ്രൽ a ടു b റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സ്ക്വയർ ഡി എക്സ്. സോ നമുക്ക് ആദ്യം ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ യൂസ് ഇന്റഗ്രേഷൻ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് റൂട്ട് 3 ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ 1 4. ഇതൊരു സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇന്റഗ്രേഷന്റെ ഫോർമുലയുടെ ആവശ്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ അതേ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ആർക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം. ഇതും ഒരു കേവ് ആണ്. സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റുകളും എക്സ് വൈ പ്ലെയിനിലുള്ള കേവുകളാണ്. അതിന്റെ ഒരു ജനറലൈസേഷൻ ആണ് എക്സ് വൈ പ്ലെയിനിലെ കേവുകള്. സോ നമുക്ക് അവിടെ ആവശ്യം എഫ് ഡാഷ് ഓഫ് എക്സ് വേണം. അതിന്റെ സ്ക്വയർ ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു. 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്. റൂട്ട് 3 ഒരു കോൺസ്റ്റന്റ് ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് 0. ഇനി നമ്മുടെ ഇന്റഗ്രാൻഡ് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ്. റൂട്ട് ഓഫ് 1 പ്ലസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഇന്റഗ്രാൻഡ് എന്ന് വിളിക്കുന്നത്. റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സ്ക്വയർ. സോ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് 2 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് 1 പ്ലസ് 4 എന്ന് വരും റൂട്ടിന്റെ ഉള്ളിൽ. സോ 5 റൂട്ട് 5 ആണ്. റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ, എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ. സോ നമുക്കിനി ഇവിടെ L കണ്ടുപിടിക്കാം. ഇവിടെ എന്നുള്ളത് 1 ആണ്. B ഈക്വൽ ടു 4 ആണ്. സോ a ടു b എന്നുള്ളത് 1 to 4 ആയിട്ട് മാറും. റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്, ഡി എക്സ്. നമുക്കറിയാം ഇന്റഗ്രൽ കെ ഡി എക്സ്. കെ എന്നുള്ളത് കോൺസ്റ്റന്റ്, കെ എക്സ് പ്ലസ് സി ആണ്. ഡെഫിനിറ്റ് ആകുമ്പോൾ സിയുടെ ആവശ്യമില്ല. ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. കെയുടെ പ്ലേസിൽ റൂട്ട് 5 ആയിരുന്നു മാത്രം. റൂട്ട് 5 ഇൻറ്റു എക്സ്. എക്സിന്റെ വേരിയേഷൻ 1 to 4 ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 5 ഇൻറ്റു 4 മൈനസ് 1. സോ 3 റൂട്ട് 5 എന്ന് കിട്ടും. അതാണ് ആ ഒരു ആർക്ക് ലെങ്ത്.
ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. യൂസ് ഇൻ്റഗ്രേഷൻ ഒന്ന് ഞാൻ എഴുതുന്നില്ല. ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു root of 1 minus x square on closed interval 0b where 0 less than b less than 1. ഇപ്പോൾ ഒരു ജനറൽ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ബി എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള, 0 അല്ല 1 അല്ല, ഇൻ ബിറ്റ്വീൻ 0 and 1 ഉള്ള ഏതോ ഒരു റിയൽ നമ്പർ ആണ് ബി. സോ എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷൻ്റെ എക്സിൻ്റെ വാല്യൂ 0 മുതൽ ഈ ബി വരെ വാരി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഒരു കേവ്, അതേതാണെന്ന് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് ആവശ്യമുണ്ട്. ഇവിടെ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. നമുക്കറിയാം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. ഇവിടെ റൂട്ട് എക്സിന് പകരം റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ചെയിൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സിൻ്റെ പ്ലേസിൽ 1 മൈനസ് എക്സ് സ്ക്വയർ. സോ എക്സിൻ്റെ പ്ലേസിൽ ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. സോ നമുക്കിവിടെ മൈനസ് 2x/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. 2 ക്യാൻസൽ ചെയ്ത് കളയാം. മൈനസ് x/റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി നമുക്ക് അവിടെ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്താണെന്ന് നോക്കുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആ മൈനസ് പോവും. ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയർ, ഡിനോമിനേറ്ററിലെ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് പോവും 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി നമുക്ക് അവിടെ ഇൻ്റഗ്രാൻഡ് റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ. സോ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇവിടെ 1/1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇങ്ങനെ കിട്ടും 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. സോ ന്യൂമറേറ്ററിൽ മൈനസ് എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. 1 മാത്രമാവും. അപ്പോൾ റൂട്ട് 1 ആയതുകൊണ്ട് അവിടെ ഇനി റൂട്ട് എഴുതേണ്ട ആവശ്യമില്ല. 1/റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതാണ് നമ്മുടെ ഇൻ്റഗ്രാൻഡ്. നേരത്തെ പോലെ അത്ര ട്രിവിയൽ ആയിട്ടൊരു ഫംഗ്ഷൻ അല്ല. നേരത്തെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു, വളരെ ഈസി ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എൽ കണ്ടുപിടിക്കാം. ഇവിടെ 0 to b ആണ് വേരിയേഷൻ. ഇൻ്റഗ്രൽ 0 to b 1/റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ dx. ഇവിടെ 0 to 1 ആണെങ്കിൽ ഇവിടെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആവും, അൺബൗണ്ടഡ് ആവും. അപ്പോൾ ആ ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബി എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. സോ ഇതിൻ്റെ ഇൻ്റഗ്രാൻഡ് അല്ലെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നു സൈൻ ഇൻവേഴ്സ് എക്സ്. 0 to b ആണ് അതിൻ്റെ വേരിയേഷൻ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് ബി മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 0 ആണ്. സൈൻ ഇൻവേഴ്സ് ബി നമുക്കറിയില്ല, അത് അതുപോലെ തന്നെ നിർത്തുന്നു. സൈൻ ഇൻവേഴ്സ് ബി. സോ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. Find the length of the graph of f of x equal to x minus 1 all raised to 3/2 plus 2 on closed interval 1, 2. അപ്പോൾ നമുക്കിവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എക്സ് റേസ് ടു 3/2 എന്നുള്ളത് എക്സ് റേസ് ടു എന്നിൻ്റെ ഫോർമുല എക്സ് റേസ് ടു n-1 പോലെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ പകരം അവിടെ x - 1 ആയെന്ന് മാത്രം. അതിൻ്റെ ഡെറിവേറ്റീവ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3/2 ഇൻറ്റു x - 1 റേസ് ടു 3/2 - 1, അതായത് 1/2 എന്ന് കിട്ടും. പ്ലസ് ഇൻറ്റു x - 1ൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. -1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് അത് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ നമുക്ക് കിട്ടുന്നത്
3/2 x-1 raised to 1/2. ഇനി നമുക്ക് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ 3/2ൻ്റെ സ്ക്വയർ വരുമ്പോൾ 9/4 x-1 raised to 1/2 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് x-1 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വെറും x-1. ഇനി നമുക്ക് 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്താണെന്ന് നോക്കാം. റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് 9/4 ഇൻറ്റു x-1. നമുക്കിവിടെ LCM എടുക്കാവുന്നതാണ്. 4 പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9x മൈനസ് 9 എന്ന് കിട്ടും. ഓൾ ഡിവൈഡഡ് ബൈ 4. സോ ന്യൂമറേറ്ററിൽ നമുക്ക് ഉണ്ടായിരിക്കുക 9x മൈനസ് 5. ഇവിടെ പ്ലസ് 4 ഉണ്ട്, മൈനസ് 9 ഉണ്ട്, ഡിവൈഡഡ് ബൈ 4. 4ന് നമുക്ക് റൂട്ടുള്ളതാണ്, 2 എന്ന് എഴുതാവുന്നതാണ്, പുറത്തേക്ക് എടുക്കാവുന്നതാണ്. സോ 1/2 റൂട്ട് ഓഫ് 9x മൈനസ് 5. അപ്പോൾ അതാണ് നമ്മുടെ ഇൻ്റഗ്രാൻഡ്. എൽ കണ്ടുപിടിക്കാം. വേരിയേഷൻ a to b 1 to 2 ആണ്. സോ ഇൻ്റഗ്രൽ 1 to 2 1/2 ഇൻ്റഗ്രാൻഡ്, അതായത് റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ 1/2 റൂട്ട് ഓഫ് 9x മൈനസ് 5 dx. ഇവിടെ 1/2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. 1/2 ഇൻ്റഗ്രൽ 1 to 2 റൂട്ട് ഓഫ് 9x മൈനസ് 5 dx. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെ പുട്ട് യു, സബ്സ്റ്റിറ്റ്യൂഷൻ യു ഈക്വൽ ടു റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് 9x മൈനസ് 5. അപ്പോൾ du/dx, ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 9 ആണ്. നമുക്ക് അവിടെ ഉള്ളത് ജസ്റ്റ് dx ആണ്. du/9 ഈക്വൽ ടു dx എന്ന് കിട്ടും. dxന് പകരം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് du/9, 9x മൈനസ് 5ന് പകരം u. ഇനി നമുക്ക് ഇത് എക്സിൻ്റെ ലിമിറ്റ് ആണ് 1 to 2. സോ യുവിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. x 1 ആവുമ്പോൾ u എന്നുള്ളത് 9 ഇൻറ്റു 1 മൈനസ് 5, സോ 4 എന്ന് കിട്ടും. x 2 ആകുമ്പോൾ u 9x മൈനസ് 5 ആണല്ലോ, അപ്പോൾ സോ 9 ഇൻറ്റു 2 മൈനസ് 5, സോ 13, 18 മൈനസ് 5. അപ്പോൾ L ഈക്വൽ ടു 1/2ന് അവിടെ മാറ്റമൊന്നുമില്ല. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് മാറുന്നു 4 to 13. റൂട്ട് യു du/9 ഉണ്ട്. ആ 9 ഞാനിവിടെ പുറത്തെടുക്കുന്നു 1/9. ഓക്കെ, അപ്പോൾ 1/18 ഇൻ്റഗ്രൽ 4 to 13 റൂട്ട് യു എന്ന് വെച്ചാൽ u raised to 1/2 du. എക്സ്ട്രേഷ്യൻ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത്. നമുക്കറിയാം എക്സ്ട്രേഷ്യൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്, ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് എക്സ്ട്രേഷ്യൻ +1 ഡിവൈഡഡ് ബൈ n+1. സോ നമുക്കിവിടെ 1/18 കോൺസ്റ്റൻ്റ് അവിടെ പുറത്തുണ്ട്. u raised to 1/2ൻ്റെ u raised to 1/2 + 1, സോ 3/2 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 3/2. സോ ആ 2 ന്യൂമറേറ്ററിലേക്ക് കയറി പോവും, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലാവാം. 4 to 13. സോ 1/18 ഇത് 2/3 u raised to 3/2 എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാം. 13 to 4 to 13 ക്യാൻസൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ 2ഉം 18ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 9 ആവും. 9 into 3 27, സോ 1/27. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 13 raised to 3/2 മൈനസ് 4 raised to 3/2. ഇപ്പോൾ ഇവിടെ 13 raised to 3/2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് നിർബന്ധമില്ല. 4 raised to 3/2 നമുക്കറിയാവുന്നതാണ്. 4 raised to 1/2ൻ്റെ ക്യൂബാണ് 4 raised to 3/2, അതായത് a raised to m ഹോൾ raised to n എന്ന് വെച്ചാൽ a raised to m into n ആണ്. സോ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. 4 raised to 1/2 എന്ന് പറഞ്ഞാൽ 4ൻ്റെ റൂട്ട്, സോ 2 cube 8 ആണ് അതിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ ഇതുവരെ വെച്ച് നിർത്തിയാലും മതി. 1/27 ഇൻറ്റു 13 raised to 3/2 മൈനസ് 8. ഇതാണ് ഇതിൻ്റെ ആർക്ക് ലെങ്ത്. വേണമെങ്കിൽ 13 raised to 3/2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ റിയൽ നമ്പർ മോഡലിൽ പെട്ടെന്ന് എഴുതാവുന്നതാണ്. എഴുതിയില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, അവിടെ വെച്ച് നിർത്താവുന്നതാണ്. ഇനി അടുത്തത് നോക്കാം.
ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദ പാരബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ എക്സിൻ്റെ വാല്യൂ 0 മുതൽ 1 വരെയുള്ളതാണ് എടുക്കുന്നത്. ടു എക്സ് ഈക്വൽ ടു 1, അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1. മറ്റൊരു തരത്തിൽ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് 2x എന്ന് കിട്ടും. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ 2xൻ്റെ സ്ക്വയർ 4x സ്ക്വയർ ആണ്. 2നും സ്ക്വയർ ചെയ്യണം, എക്സിനും സ്ക്വയർ ചെയ്യണം. സോ 4x സ്ക്വയർ. റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ആണ് നമ്മുടെ ഇൻ്റഗ്രാൻഡ്. സോ റൂട്ട് ഓഫ് 1 പ്ലസ് 4x സ്ക്വയർ. ഇനി നമുക്ക് ആർക്കും കാണാം. L ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 റൂട്ട് ഓഫ് 1 പ്ലസ് 4x സ്ക്വയർ dx. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരിക്കും 12th. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്. ഫോർമുല ഞാനിവിടെ എഴുതാം. x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ബാക്കി താഴെ എഴുതുന്നു, പ്ലസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. സോ ഈ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ തന്നെ നിർത്താവുന്നതാണ്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഇത് 2x ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. എന്നിട്ട് നമുക്കിവിടെ ഇപ്പോൾ ഒരു എക്സും കൂടി അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഒന്നും കൂടി നിങ്ങൾക്ക് ഈസി ആവുന്ന ഒരു വഴി പറയാം. ഇതിനെ പഴയ പോലെ തന്നെ എഴുതുന്നു. 1 പ്ലസ് 2x ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. u ഈക്വൽ ടു 2x. സോ ഡി യു ബൈ ഡി എക്സ് എന്നുള്ളത് 2 എന്ന് കിട്ടും. നമുക്ക് അവിടെ ജസ്റ്റ് ഡി എക്സ് ആണ്. സോ ഡി യു ബൈ 2 ആണ് നമ്മുടെ ഡി എക്സ്. പുതിയ ലിമിറ്റുകൾ കണ്ടുപിടിക്കാം. എക്സ് 0 ആകുമ്പോൾ യു എന്നുള്ളത് 2x ആണ്. യു എന്നുള്ളത് 2 × 0 അഗെയിൻ 0. എക്സ് 1 ആകുമ്പോൾ യു എന്നുള്ളത് 2 × 1 2 എന്ന് കിട്ടും. സോ പുതിയ ലിമിറ്റ് ഇൻ്റഗ്രൽ 0 to 2 ആയിരിക്കും. ഇൻ്റഗ്രൽ 0 to 2 1 പ്ലസ് യു സ്ക്വയർ റൂട്ട് 1 പ്ലസ് യു സ്ക്വയർ ഡി യു ബൈ 2. ആ ബൈ 2ന് ഞാൻ പുറത്തെഴുതുന്നു. 1/2 ഇൻ്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ ഡി യു. വേണമെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചെഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഒന്ന് മാറ്റി എഴുതാം. 1/2 ഇൻ്റഗ്രൽ 0 to 2 യു സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എക്സിന് പകരം യു ആയി എന്നുള്ളൊരു മാറ്റം മാത്രമാണ് അവിടെ ഉള്ളത്. എക്ക് പകരം 1. ഓക്കെ, സോ 1/2 ഓൾറെഡി പുറത്തുണ്ട്. ബാക്കി x/2. സോ u/2 ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളത് ഈ ഒരു ഫോർമുല x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ u/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിന് പകരം യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ തന്നെ പ്ലസ് എ സ്ക്വയർ ബൈ 2. സോ 1 സ്ക്വയർ ബൈ 2. അപ്പോൾ 1/2 ലോഗ് മോഡ് എക്സിന് പകരം യു പ്ലസ് റൂട്ട് ഓഫ് സെയിം തന്നെ യു സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അത് 1 തന്നെയാണ്. 0 to 2. ഇനി ഇതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ 1/2 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അവിടെ u/2 എന്നുള്ളത് 2/2 ആവും. 2/2 2 സ്ക്വയർ പ്ലസ് 1 റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 1/2 ലോഗ് മോഡ് 2 പ്ലസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. 1/2 രണ്ടിനും കോമൺ ആയിട്ടുണ്ട്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 0 ആയിട്ട് മാറും. അപ്പോൾ ആ ടൈം ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് 1/2 ലോഗ് മോഡ് 0 പ്ലസ് റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 1. അപ്പോൾ 1/2 ഇവിടെ ഉണ്ട്. 2/2 1 ആവും. ഇവിടെ റൂട്ട് 5 1/2 ലോഗ് മോഡ് 2 പ്ലസ് റൂട്ട് 5. അപ്പോൾ അവിടെ അത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് മോഡുലസ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല.
മൈനസ് 1/2 ലോഗ്, ഇവിടെ 0, ഇവിടെ √1, അത് 1 ആണ്. സോ ലോഗ് 1 ആണ്. ലോഗ് മോഡ് 1, ലോഗ് 1 നമുക്കറിയാം അത് 0 ആണ്. ഈ വാല്യൂ 0 ആയതുകൊണ്ട് ബാക്കി റിമൈനിങ് ടൈം 1/2 ഇൻറ്റു √5 പ്ലസ് 1/2 ലോഗ് മോഡ് 2 പ്ലസ് √5. ഇതാണ് ഇതിൻ്റെ ആർക്ക് ലെങ്ത്ത്. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ വേണമെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താവുന്നതാണ്. ഓക്കെ.